നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സംയുക്ത ട്രേഡ് യൂണിയന്റെ 24 മണിക്കൂർ പൊതുപണിമുടക്ക് ആരംഭിച്ചു. സംസ്ഥാനത്ത് പണിമുടക്ക് പൂർണ്ണം. പൊതുഗതാഗത മേഖല ഉൾപ്പെടെ സ്തംഭിച്ചു. ഡയസ്ഡൗൺ പ്രഖ്യാപിച്ചെങ്കിലും KSRTCയിലും പണിമുടക്ക് പൂർണ്ണം. കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങളുടെ വലകൾ നശിക്കുന്നത് പതിവാകുന്നു. നീണ്ടകരയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ വള്ളത്തിന്റെ വല കണ്ടെയ്നർ അവശിഷ്ടങ്ങളിൽ കുരുങ്ങി നശിച്ചു. 18 ലക്ഷം രൂപയുടെ നഷ്ടം. അഞ്ചൽ ഇടമുളയ്ക്കൽ ഗവൺമെന്റ് LP സ്കൂളിൽ മോഷണം. CCTVയുടെ ഹാർഡ് ഡിസ്കും DVR മോഷ്ടിച്ചു. ഓഫീസിലെ അലമാരയും മേശയും കുത്തി തുറന്ന് സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിൽ. പാഠപുസ്തകങ്ങൾക്കൊപ്പം തൊഴിലിന്റെ മഹത്വവും പ്രായോഗികമായി പഠിക്കാം. ക്രിയേറ്റീവ് കോർണർ പദ്ധതിക്ക് കരുനാഗപ്പള്ളി ഉപജില്ലയിൽ തുടക്കം. UP വിഭാഗത്തിൽ ആദ്യമായി കരുനാഗപ്പള്ളി UPG സ്കൂളിലാണ് പദ്ധതി ആരംഭിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. സംയുക്ത ട്രേഡ് യൂണിയന്റെ 24 മണിക്കൂർ പൊതുപണിമുടക്ക് ആരംഭിച്ചു. സംസ്ഥാനത്ത് പണിമുടക്ക് പൂർണ്ണമാണ്. പൊതുഗതാഗത മേഖല ഉൾപ്പെടെ സ്തംഭിച്ചു. ഡയസ്ഡൗൺ പ്രഖ്യാപിച്ചെങ്കിലും KSRTCയിലും പണിമുടക്ക് പൂർണ്ണമാണ്. റെയിൽവേ പണിമുടക്ക് ബാധിച്ചില്ല. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പണിമുടക്ക് സംസ്ഥാനത്ത് പൂർണ്ണമാണ്. ബുധനാഴ്ച രാത്രി 12 മണി വരെയാണ് പണിമുടക്ക്. കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ജീവനക്കാരുടെ ഫെഡറേഷനുകളുമാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഡയസ്ഡൗൺ പ്രഖ്യാപിച്ചെങ്കിലും KSEB, KSRTC ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുത്തു. പണിമുടക്കിനെ തുടർന്ന് സംസ്ഥാനത്ത് മിക്കയിടത്തും കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. പൊതുഗതാഗതത്തെ സമരം പൂർണ്ണമായും ബാധിച്ചു. ചവറയുടെ വിവിധ മേഖലകൾ പൂർണ്ണമായും നിശ്ചലമാണ്. ഹാർബർ ഉൾപ്പെടെ നിശ്ചലമായ സ്ഥിതിയിലാണ്. സംയുക്ത തൊഴിലാളി യൂണിയന്റെ പണിമുടക്കിൽ INTUC ഉൾപ്പെടെയുള്ള യൂണിയനുകൾ പ്രത്യേകമായും പങ്കെടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് സമരം ചെയ്യുന്നത് ശരിയല്ലെന്ന തീരുമാനത്തിലാണ് INTUC യൂണിയൻ പ്രത്യേകമായി സമരത്തിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. അടൂരിൽ പണിമുടക്ക് പൂർണ്ണം. വാഹനങ്ങൾ പണിമുടക്ക് അനുകൂലികൾ തടഞ്ഞു. BJPയുടെയും INTUCയുടെയും കൊടികെട്ടിയ വാഹനം തടഞ്ഞിട്ടു. KSRTC പോലീസ് സഹായത്തോടെ സർവീസ് നടത്തിയെങ്കിലും തൊഴിലാളികൾ തടഞ്ഞതോടെ സർവീസ് നിർത്തി. മണിക്കൂർ സംയുക്ത ട്രേഡ് യൂണിയന്റെ പൊതുപണിമുടക്ക് അടൂരിൽ പൂർണ്ണമായിരുന്നു. MC റോഡ് വഴി കടന്നുപോയ വാഹനങ്ങൾ പണിമുടക്ക് അനുകൂലികൾ തടഞ്ഞു. പല വാഹനങ്ങളും പോലീസ് ഇടപെട്ട് തിരിച്ചുവിട്ടു. BJPയുടെ കൊടികെട്ടിയ വാഹനം ഏറെ നേരം റോഡിൽ തടഞ്ഞിട്ടു. സമരാനുകൂലികളായ 5 പേർ INTUCയുടെ കൊടിയും കുത്തി കാറിൽ യാത്ര ചെയ്തത് പണിമുടക്കുകാരുമായുള്ള തർക്കത്തിന് കാരണമായി. പിന്നെ സമരത്തിലാണ് വണ്ടി എടുത്ത് പോവാ. നടക്കല്ലേ വേണ്ടത് ചേട്ടാ, നടക്കല്ലേ വേണ്ടത്. അല്ല, അപ്പൊ അതെവിടത്തേതാ? അപ്പൊ നാട്ടുകാർ, അപ്പൊ നിങ്ങൾ പൊതുജനല്ലേ, നിങ്ങൾ പൊതുജനല്ലേ, അപ്പൊ നാട്ടുകാർക്ക് ഇറങ്ങണ്ടേട്ടാ, അപ്പൊ നാട്ടുകാർക്ക് ഇറങ്ങണ്ടേ. സമരം സപ്പോർട്ട് വണ്ടിയെ പോയിട്ടാണോ? വണ്ടി പോയിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എവിടെ പോയെന്ന് പറഞ്ഞ കാര്യമില്ല, അതൊരു മര്യാദയല്ലേ. ഉണ്ടായ ഒരു ബസ് കാണാം. സമരത്തിന് വരുമ്പോൾ നിങ്ങൾ ബൈക്ക് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളെല്ലാവരും സമരത്തിന് വന്നാൽ വിട്ടേരും. ഏറെ നേരത്തെ തർക്കത്തിന് ശേഷമാണ് ഇവരെ കടത്തിവിട്ടത്. പോലീസ് സഹായത്തോടെ KSRTC ഓടാൻ ശ്രമിച്ചെങ്കിലും തൊഴിലാളികൾ തടഞ്ഞു. ഇതോടെ അടൂരിൽ സർവീസുകൾ അവസാനിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ 24 മണിക്കൂർ പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, അടൂർ. പാഠപുസ്തകങ്ങൾക്കൊപ്പം തൊഴിലിന്റെ മഹത്വവും പ്രായോഗികമായി പഠിപ്പിക്കുന്ന ക്രിയേറ്റീവ് കോർണർ പദ്ധതിക്ക് കരുനാഗപ്പള്ളി ഉപജില്ലയിൽ തുടക്കം. UP വിഭാഗത്തിൽ ആദ്യമായി കരുനാഗപ്പള്ളി UPG സ്കൂളിലാണ് പദ്ധതി ആരംഭിച്ചത്. SSK സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലാകെ 19 ക്രിയേറ്റീവ് കോർണറുകളാണ് നിർമ്മിക്കുന്നത്. കുസാറ്റിന്റെ സഹകരണത്തോടെ 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ക്രിയേറ്റീവ് കോർണർ സജ്ജീകരിച്ചിട്ടുള്ളത്. കരുനാഗപ്പള്ളി UPG സ്കൂളിൽ ആരംഭിച്ച ക്രിയേറ്റീവ് കോർണർ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 7 തൊഴിൽ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് തയ്യാറാക്കിയിട്ടുള്ളത്.
കൃഷി, ഇലക്ട്രിക്കൽ, നിർമ്മാണ മേഖല, പാചകം തുടങ്ങി വ്യത്യസ്ത മേഖലകളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക അറിവ് നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പഠനം പ്രവർത്തനാധിഷ്ഠിതവും രസകരവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതി നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. ഏത് തൊഴിൽ മേഖലയിലാണ് അവർക്ക് താല്പര്യം, ഇത്രയൊക്കെ സാധനം കാണുമ്പോൾ തന്നെ അവർക്കറിയാം എനിക്ക് ഇതാ ഇഷ്ടം. അപ്പോൾ രക്ഷകർത്താക്കളും അതിന് അധ്യാപകരും കരുതിക്കോണം ആ കുട്ടിക്ക് ഇന്ന വാസനയാണ്. ആ കുട്ടികളുടെ വാസനയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഏർപ്പെടുത്തിയ ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. SMC ചെയർമാൻ അലക്സ് ജോർജ് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പഠിക്കുന്ന ഒരു കുട്ടി ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വാക്കേത്? ആരാ പറഞ്ഞ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വാക്ക് ഏതാണെന്ന് ആദ്യത്തെ പറയും. ഒന്നുകൂടെ കൈയടിക്ക്. നീ പറഞ്ഞ പഠിത്തം. ഒരു 20 വയസ്സാവുമ്പോൾ ഞാൻ ഇതേപോലെ നിന്ന് നിങ്ങളോട് ഈ ചോദ്യം ചോദിച്ചാൽ ഒറ്റയാളും തല്ലിക്കൊന്ന അമ്മയുടെ പേര് പറയത്തില്ല കേട്ടോ. അതെന്താണെന്നറിയോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വാക്കേതാ? പഠിത്തം. അത് നിങ്ങളോട് ഏറ്റവും കൂടുതൽ പറയുന്ന ആരാ? ഉണ്ടോ? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അമ്മയാണ് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വാക്ക് പറയുന്നത്, അല്ലേ? നിങ്ങൾ പഠിക്കുന്ന അമ്മ അലറും. അലറിക്കൊണ്ടിരിക്കുന്നതിന് അമ്മ സ്വരം താഴ്ത്തി ഒരു വാക്ക് പറയും, എൻ്റെ ഗതി നിനക്കുണ്ടാവരുത്, നീ പഠിക്കാൻ പറയും. ശരിയാണോ? നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ റെജി ഫോട്ടോ പാർക്ക്, ഡോക്ടർ പി മീന എന്നിവർ വിശിഷ്ടാതിഥികളായി. SSK കൊല്ലം DPO അനിത പദ്ധതി വിശദീകരിച്ചു. രശ്മി, ഇന്ദിര, പ്രീത, പ്രഥമാധ്യാപിക ജമീല, വി നിത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. മയ്യനാട് സി കേശവൻ മെമ്മോറിയൽ ഗവൺമെന്റ് ആശുപത്രിക്ക് മുന്നിൽ ധർണ നടത്തി. ഇരവിപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. തകർന്നു വീഴാറായ ആശുപത്രി കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് ധർണ നടത്തിയത്. മയ്യനാട് സി കേശവൻ മെമ്മോറിയൽ ഗവൺമെന്റ് ആശുപത്രിയിലെ തകർന്നു വീഴാറായ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇരവിപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. പ്രസംഗത്തിലൂടെ സമരത്തിന് ആധാരമായ വിഷയങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും സമരനായകനുമായ ശ്രീ M നാസർ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞിരിക്കുക. സംസ്ഥാനത്തെമ്പാടുമുള്ള ആശുപത്രികൾ, സർക്കാർ ആശുപത്രികളിൽ മെഡിക്കൽ കോളേജുകൾ തൊട്ട് ഫാമിലി മെഡിക്കൽ സെന്റർ വരെയുള്ള ആശുപത്രികളുടെ മുന്നിലേക്ക് കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ ഇന്ന് മാർച്ചും പ്രതിഷേധ യോഗങ്ങളും നടത്തുകയാണ്. അതിനാസ്പദമായ വിഷയം കോട്ടയത്ത് ഗവൺമെൻറ് ആശുപത്രിയുടെ കെട്ടിടം തകർന്നു വീണ് ബിന്ദു എന്ന് പറയുന്ന വെറും 32 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതി മരണമടയുവാനുള്ള സാഹചര്യമുണ്ടായപ്പോൾ അതിനെ കേവലം ഒരു യാഥാർത്ഥിക സംഭവമായിട്ടോ അതല്ലെങ്കിൽ ഒരു സ്വാഭാവിക സംഭവമായിട്ടോ ഒക്കെ കാണുവാൻ മാത്രമേ അതിന് ഭരണാധികാരികൾ ആദ്യം തയ്യാറായുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ ഒരു വിഷയം. M നാസർ അധ്യക്ഷത വഹിച്ചു. RS അബിൻ, KB ഷഹാൽ, ഹേമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആ മേഖലയാകെ താറുമാറാക്കിയിരിക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിലെ ഏത് മെഡിക്കൽ കോളേജ് എടുത്ത് പരിശോധിച്ചാലും ഇന്ന് അവിടെ ചെല്ലുന്ന OP വിഭാഗത്തിലുള്ള രോഗികൾ മരുന്ന് കിട്ടാതെയും ഡോക്ടർമാരെ കാണാൻ കഴിയാതെയും തിരിച്ചു പോകുന്ന കാഴ്ച ഇന്ന് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലെയും ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ കോവിഡ് കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ കോവിഡിനെ ഒന്ന് ശ്രദ്ധിച്ചത് മനുഷ്യന്റെ ഡേറ്റ വെച്ച് കാശ് വാങ്ങുവാനും അതിന് വാങ്ങുന്ന മെഡിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ കമ്മീഷൻ വാങ്ങുവാനും വേണ്ടി മാത്രമാണ്. അന്ന് ഈ മെഡിക്കൽ രംഗത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒന്ന് ശ്രദ്ധിച്ച് കോടി രൂപ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോക്കറ്റിലിടാൻ വേണ്ടിയായിരുന്നു എന്ന് പിൽക്കാലത്തെ കണക്കുകളും മറ്റു കാര്യങ്ങളുമൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ നമുക്ക് കാണുവാൻ കഴിഞ്ഞ കാഴ്ചയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇടമുളയ്ക്കൽ ഗവൺമെന്റ് LP സ്കൂളിൽ മോഷണം. CCTVയുടെ ഹാർഡ് ഡിസ്കും DVRും മോഷ്ടിച്ചു. സ്കൂളിലെ ഓഫീസ് റൂമിന്റെ കതക് കുത്തി തുറന്ന് ഓഫീസിൽ കയറിയാണ് മോഷണം നടത്തിയത്. ഓഫീസിലെ അലമാരയും മേശയും കുത്തി തുറന്ന് സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ലാപ്ടോപ്പ് നഷ്ടപ്പെട്ടില്ല. ഇടമുളയ്ക്കൽ ഗവൺമെന്റ് LP സ്കൂളിലാണ് മോഷണം നടന്നത്.
സ്കൂളിലെ ഓഫീസ് റൂമിന്റെ കതക് കുത്തി തുറന്നു. ഓഫീസിൽ കയറി CCTVയുടെ ഹാർഡ് ഡിസ്കും DVRഉം മോഷ്ടിച്ചു. ഓഫീസിലെ അലമാരയും മേശയും കുത്തിത്തുറന്ന നിലയിലായിരുന്നു. നമ്മുടെ നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്യാമറയുടെ ഹാർഡ് ഡിസ്കാണ്. ഇത് നഷ്ടപ്പെട്ടു. അലമാരികളെല്ലാം തുറന്നിട്ടു, പുസ്തകങ്ങളെല്ലാം അടിച്ചു വാരിയിട്ടു, ലാപ്ടോപ്പ് ഇരുന്ന അലമാരി മുഴുവൻ വാരി വെളിയിലിട്ടു, അതിനകത്തുള്ള സാധനങ്ങളെല്ലാം പുറത്തേക്കിട്ടു. ഒരുപാട് നാശങ്ങളൊക്കെ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അലമാരികളെല്ലാം തുറന്നു തന്നെ കിടക്കുമായിരുന്നു. മേശയുടെ താക്കോലുകളെല്ലാം വാരി ഇവിടെ എല്ലാം ഇട്ടു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുമ്പും ഓഫീസ് റൂം തുറന്ന് ഇതുപോലെ മേശയും അലമാരിയും എല്ലാം തുറന്നു സാധനങ്ങളൊക്കെ വാരി പുറത്തിട്ടിരുന്നു. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ലാപ്ടോപ്പ് നഷ്ടപ്പെട്ടിട്ടില്ല. ഇതിനു മുമ്പും സ്കൂളിൽ മോഷണശ്രമം നടന്നതായി അധ്യാപകർ പറയുന്നു. പഴയ പാചകമുറിയുടെ കതകും മോഷ്ടാക്കൾ കുത്തി തുറന്നിട്ടുണ്ട്. ഇത് പഴയ അടുക്കള, ഇതിന്റെ കൂട്ടും തുറന്നു കിടക്കുകയായിരുന്നു നമ്മൾ വന്നപ്പോൾ. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ആയുധം എടുത്താണോ ഓഫീസ് കുത്തി തുറന്നതെന്നൊരു സംശയമുണ്ട്. ഇതിപ്പോൾ 2ാം തവണയാണ്. നേരത്തെ SM ഉള്ളപ്പോഴും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഇത് വീണ്ടും തുടർച്ചയായിട്ടും നടക്കുന്നത് കൊണ്ട് ഇതിന്റെ പിന്നിൽ ആരാന്ന് കണ്ടുപിടിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം. സ്കൂൾ PTA ഭാരവാഹികൾ അറിയിച്ചതിനെ തുടർന്ന് അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി തെളിവെടുപ്പ് ആരംഭിച്ചു. ലാപ്ടോപ്പ് മോഷ്ടിക്കാത്തതും CCTVയുടെ ഹാർഡ് ഡിസ്കും DVRഉം മാത്രം മോഷണം പോയതിലും ദുരൂഹതയുണ്ടെന്ന് ആരോപണമുണ്ട്. രാവിലെ സ്കൂളിലെത്തിയ പാചക തൊഴിലാളിയാണ് സ്കൂളിലെ ഓഫീസ് മുറിയുടെ കതകിന്റെ പൂട്ടുപൊളിച്ച നിലയിൽ കണ്ടത്. തുടർന്നാണ് പോലീസിനെ വിവരം അറിയിച്ചത്. പതിവുള്ള കാര്യമല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നുകൂടെ ശ്രദ്ധിച്ചപ്പോൾ ഓഫീസ് തുറന്നു കിടക്കുന്നു. അവിടുന്ന് വന്ന് നോക്കിയപ്പോൾ ഈ റൂം തുറന്നു കിടക്കുന്നു. ഞങ്ങളുടെ ഈ അടുക്കള മാത്രം തുറന്നിട്ടില്ല. താക്കോല് ഞങ്ങൾ വെച്ചെടുത്ത് തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് വന്ന് താക്കോലെടുത്ത് ഞങ്ങളുടെ ജോലി വരുന്നത്. ഞാനാ രാവിലെ കാപ്പി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാനാ രാവിലെ വരുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങളുടെ വലകൾ നശിക്കുന്നത് പതിവാകുന്നു. നീണ്ടകരയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ വള്ളത്തിന്റെ വല നശിച്ചു. 18 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ഞങ്ങളുടെ കുടുംബമെല്ലാം തെണ്ടി. ബാങ്ക് ലോൺ ശരിക്കുണ്ട്. ഞങ്ങളുടെ 40-45 ആളിൻ്റെ ജീവിതം എല്ലാം കൂടെ 10 ദിവസത്തെ ഞങ്ങൾ വെള്ളത്തിൽ കിടക്കുക. നീണ്ടകര പുത്തൻതുറ രാജസിംഹിന്റെ ഉടമസ്ഥതയിലുള്ള മുണ്ടകത്തിലെന്ന ഇൻലാൻഡ് വള്ളത്തിലെ വലയാണ് നശിച്ചത്. മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നും കടലിൽ വീണ കണ്ടെയ്നറുകളുടെ അവശിഷ്ടങ്ങളിൽ ഉടക്കിയാണ് വലകൾ നഷ്ടമാകുന്നത്. തങ്കശ്ശേരിയിൽ നിന്നും മീൻ പിടിക്കാൻ പോയ വള്ളത്തിൽ 40 തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. നീണ്ടകര ഹാർബറിന് പടിഞ്ഞാറ് വെച്ച വല മത്സ്യവുമായി കോരുന്നതിനിടെ ഒഴുകി നടന്ന കണ്ടെയ്നറിന്റെ അവശിഷ്ടം വലയിൽപ്പെട്ട് കീറുകയായിരുന്നു. വലയും ലെഡ് വെയിറ്റും റോപ്പും നഷ്ടപ്പെട്ടു. ഞാൻ മുണ്ടകത്ത് വള്ളത്തിലെ ഒരു ജീവനക്കാരനാണ്. ഞങ്ങൾ 46 ആളാണ് ഈ വള്ളത്തെ ജോലിക്ക് പോകുന്നത്. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അമിതമായിട്ട് മീൻ കിട്ടി. ഞങ്ങൾക്ക് എല്ലാവരെയും കൈ നിറച്ച് കാശ് കിട്ടേണ്ട ദിവസമായിരുന്നു. മീനുണ്ടായിരുന്നു വലയ്ക്കകത്ത്. അങ്ങനെ റോപ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് ഈ ഉടക്ക് പിടിച്ച് ഈ വലയെല്ലാം പറഞ്ഞു പോയേക്കുന്നത്. കുറഞ്ഞൊരു 10 ദിവസമെങ്കിലും ഞങ്ങൾ ഈ വലപ്പുറത്തിരുന്നാലേ ഈ വല പണിഞ്ഞു മാറ്റാനൊക്കത്തുള്ളൂ. അതേ കണക്കാൻ ഒരുപാട് വല പോയിട്ടുണ്ട്. കുറഞ്ഞൊരു 8 ലക്ഷം രൂപയുടെ വലയെങ്കിലും നഷ്ടം വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് അധികാരിയുടെ ഭാഗത്ത് നിന്ന് എന്താ വേണമെന്ന് വെച്ചാൽ ഉള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു തന്നെ ഞങ്ങളെ കരകയറ്റിയെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തീരദേശ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നീണ്ടകര പുത്തൻതുറ പനമൂട്ടിൽ ഓമനക്കുട്ടന്റെ ഉടമസ്ഥതയിലുള്ള മഹാലക്ഷ്മി എന്ന ഇൻബോർഡ് വള്ളത്തിലെ വല കണ്ടെയ്നറിന്റെ അവശിഷ്ടം കുടുങ്ങി നശിച്ചിരുന്നു. 15 ലക്ഷം രൂപയുടെ നഷ്ടമായിരുന്നു അന്ന് സംഭവിച്ചത്. നിരന്തരം ഇത്തരത്തിൽ വല കുടുങ്ങി നഷ്ടപ്പെടുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് വൻ നഷ്ടമാണ് ഉണ്ടാകുന്നത്. 12 വെള്ളം അവിടെ ഞങ്ങൾക്ക് നിലവിൽ അവിടെ വേറെ ഉടക്കോ കാര്യങ്ങളോ ഒന്നുമുള്ള കടലല്ല. അവിടെ വിശാലമായിട്ട് നമുക്ക് കോരാവുന്ന കടലാണ്. നമ്മൾ എപ്പോഴും കോരുന്ന കടലാണ്. അവിടെയാണ് ഇന്ന് ഈ വല ഇപ്പോൾ ഞങ്ങൾ കോരി ഞങ്ങളെ ഈ റോപ്പ് കീഴ്മേലാകുന്നതിന് മുമ്പായിട്ട് തന്നെ കയറി വല ടൈറ്റാകുക ചെയ്ത്. ടൈറ്റായിട്ട് നിന്ന് കുറേ നേരം മേളോട്ട് കീഴോട്ടും പിടിച്ച് ഇങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് വിട്ട് പറഞ്ഞു വരുന്ന പോലെ വല പറഞ്ഞു വരിക ചെയ്ത്. അപ്പോൾ മടവാക്ക് ഇപ്പുറത്ത് ഈ കണ്ടെയ്നർ എന്നാണ് ഞങ്ങൾക്ക് ബലമായ സംശയം. കണ്ടെയ്നറിൻ്റെ ഇപ്പുറത്ത് വരികയും ചെയ്തു. വല വന്നിട്ട് ഈ മടയിൽ ഉടക്കാതെ വലയിൽ സെറ്റോടുകൂടി ഉടക്കി നിന്നിട്ടാണ് അത് പിഞ്ച് താഴോട്ടങ്ങ് പോയി. അങ്ങനെ ഈ വല മൊത്തം ഒരുപാട് വലയും വള്ളക്കൈ വാക്കിനുമുള്ള വല മൊത്തം കീറി വിട്ട് വല അങ്ങ് പോയത്. ന്യൂസ് ബ്യൂറോ, ചവറ. സംയുക്ത ട്രേഡ് യൂണിയന്റെ പൊതുപണിമുടക്ക് ഓച്ചിറയിൽ പൂർണ്ണം. വ്യാപാര മേഖല പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ഓച്ചിറയിൽ വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഓച്ചിറയിൽ പ്രകടനം നടത്തി. സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് ഓച്ചിറയിൽ പൂർണ്ണമായിരുന്നു. കടകമ്പോളങ്ങൾ പൂർണ്ണമായി അടഞ്ഞുകിടന്നു. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് അപൂർവമായി നിരത്തിലിറങ്ങിയത്. ഓച്ചിറ വില്ലേജ് ഓഫീസ് തുറന്നു പ്രവർത്തിച്ചു.
പ്രകടനമായി എത്തിയ സംയുക്ത സമരസമിതി പ്രവർത്തകർ വില്ലേജ് ഓഫീസ് അടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ജീവനക്കാർ പണിമുടക്കിനോട് യോജിക്കുന്നില്ല എന്നറിയിച്ചു. തുടർന്ന് നേരിയ വാഗ്വാദമുണ്ടായെങ്കിലും സമരക്കാർ പിരിഞ്ഞു പോവുകയായിരുന്നു. സാധാരണക്കാരുടെ ഒരു ദിവസത്തെ പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഓച്ചിറയിൽ പ്രകടനം നടത്തി. പ്രകടനത്തിന് കെ സുഭാഷ്, ബാബു കൊപ്പാറ, സുരേഷ് നാരായണത്ത്, കെ നൌഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് നടത്തിയ യോഗം CPM ജില്ലാ കമ്മിറ്റി അംഗം PB സത്യദേവൻ ഉദ്ഘാടനം ചെയ്തു. ഈ പണിമുടക്കിൻ്റെ പ്രത്യേകത ഇന്ത്യയിലെ കൃഷിക്കാർ ഈ പണിമുടക്കിൽ അണിനിരന്നു, കർഷക തൊഴിലാളികൾ ഈ പണിമുടക്കിൽ അണിനിരന്നു, ദേശീയ ഗ്രാമീണ തൊഴിലാളികൾ ഈ പണിമുടക്കിലുണ്ട്. ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളോടൊപ്പം ഇന്ത്യയിലെ എല്ലാ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഈ ദേശീയ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചു. എന്തിനാണ് ഇനിയൊരു പണിമുടക്ക് എന്നുവെച്ചാൽ ജീവിക്കാൻ നിർവാഹമില്ലാത്ത ഒരു രാജ്യമായി നമ്മുടെ ഇന്ത്യ രാജ്യം മാറിയിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തെ ഭരണാധികാരികൾ അവരുടെ ആഗ്രഹം അതിസമ്പന്നന്മാരുടെ ഇന്ത്യയായി ഇന്ത്യ രാജ്യത്തെ കാണണം എന്നുള്ളതാണ്. ദരിദ്രരുടെ ഇന്ത്യ അവർക്കൊരു പ്രശ്നമേ ഇല്ല. മൂന്നാം മോഡി സർക്കാർ അധികാരത്തിൽ വരുന്ന കഴിഞ്ഞപ്പോൾ അവർക്ക് തനതായ ഭൂരിപക്ഷം ഇല്ലാഞ്ഞിട്ടും നമ്മൾ വിചാരിച്ചു ഈ ജനദ്രോഹ നടപടികളിൽ നിന്ന് അവർ പിന്മാറും എന്നൊരു പ്രതീക്ഷയായിരുന്നു രാജ്യത്തെ തൊഴിലാളികൾ കണ്ടിരുന്നത്. ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുകയാണ്. ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുമ്പോൾ ആദ്യം ഇന്ത്യയിലെ ഐക്യ ട്രേഡ് യൂണിയൻ ഈ പണിമുടക്കിനെ സംബന്ധിച്ച് ആലോചിച്ചപ്പോൾ BMS-ഉം INTUC-യും അടക്കമുള്ള എല്ലാ കക്ഷികളും ഈ പണിമുടക്കിന് പിന്തുണയായി അണിനിരന്നിരുന്നു. N. അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. S. കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു. ജാഥകളും പ്രചരണ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. BMS ഒഴികെയുള്ള മുഴുവൻ തൊഴിലാളികളും ജീവനക്കാരും ഇന്ന് രാജ്യത്ത് സമരത്തിലാണ്. നമുക്കറിയാം, അസമത്വത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അവസാനമായി പറഞ്ഞത് BJP-യുടെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റും ഇപ്പോഴത്തെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുമായ നിതിൻ ഗഡ്കരി അദ്ദേഹത്തിന്റെ അവസാനം ഈ അടുത്ത സമയത്ത് നടത്തിയ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് ഇന്ത്യയിൽ സമ്പന്നർ കുതിച്ചുയരും, ദരിദ്രർ അവരുടെ എണ്ണം കൂടുകയാണ്. അസമത്വം ഏറി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നതെന്ന് BJP-യുടെ നേതാവിന് പോലും പറയേണ്ട ഒരവസ്ഥയിലാണ് ഇന്ന് ഈ രാജ്യത്ത് ഈ സമരം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. LHB കോച്ചുകൾ ഘടിപ്പിച്ച എറണാകുളം വേളാങ്കണ്ണി ദ്വൈവാര എക്സ്പ്രസിന് പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. എറണാകുളം വേളാങ്കണ്ണി ദ്വൈവാര എക്സ്പ്രസിന് നിലവിലെ ICF കോച്ചിന് പകരം അനുവദിച്ചിട്ടുള്ള അത്യന്താധുനിക സജ്ജീകരണ സംവിധാനമുള്ള LHB കോച്ചുകൾ ഉപയോഗിച്ചുള്ള യാത്രയ്ക്കാണ് പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുനലൂരിൽ സ്വീകരണം നൽകിയത്. ആദ്യമായാണ് കൊല്ലം ചെങ്കോട്ട റൂട്ടിൽ സ്ഥിരം സർവീസ് നടത്തുന്ന ഒരു ട്രെയിനിന് കൂടുതൽ സുരക്ഷിതത്വവും അധികം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്നതുമായ LHB റേക്കുകൾ അനുവദിച്ചത്. ദ്വൈവാര സർവീസ് ആഴ്ചയിൽ 3 ദിവസമാക്കാനുള്ള തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. നേരത്തെ മീറ്റർ ഗേജിൽ പ്രതിദിന സർവീസായിരുന്ന കൊല്ലം നാഗൂർ എക്സ്പ്രസ് ആണ് പാത ബ്രോഡ്ഗേജ് ആയതോടെ എറണാകുളം വേളാങ്കണ്ണി ട്രെയിൻ സർവീസായി മാറിയത്. മീറ്റർ ഗേജ് കാലത്തുണ്ടായിരുന്ന പ്രതിദിന സർവീസ് എന്ന നിലയ്ക്ക് ട്രെയിൻ യാത്രക്കാരുടെ തിരക്കും സൗകര്യവും കണക്കിലെടുത്ത സർവീസ് പ്രതിദിനമാക്കണമെന്ന് കൊല്ലം ചെങ്കോട്ട റെയിൽ പാസഞ്ചേഴ്സ് അസോസിയേഷൻ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ KSRTC ഡിപ്പോയിലേക്ക് ബസ്സുകൾ ഇറങ്ങുന്നതിനും തിരികെ പോകുന്നതിനും നിലവിലുള്ള രീതി തുടരുന്നതിനും ഇൻ ഔട്ടിൽ സെക്യൂരിറ്റിയെ നിർത്താൻ തീരുമാനം. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടേതാണ് തീരുമാനം. വാഹന ക്രമീകരണം, കാൽനട യാത്രക്കാരുടെ സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നതിനാണ് സെക്യൂരിറ്റിയെ നിയമിക്കുന്നത്. KSRTC ഡിപ്പോയുടെ അടുത്തുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷകൾ സീബ്ര ക്രോസിംഗിന് തൊട്ടുമുന്നിലായി പാർക്ക് ചെയ്യുന്നതും സീബ്ര ക്രോസിന് ശേഷം പാർക്ക് ചെയ്യുന്നതും നിരോധിക്കും.
KSRTC ക്യാന്റീൻ ബസ് കയറുന്നതിന്റെ ഏറ്റവും ഇടതുവശത്തേക്ക് മാറ്റുന്നതിന് തീരുമാനമായി. KSRTC SM പുതിയ ഓഫീസിന് മുന്നിൽ മറ്റ് വാഹനങ്ങളുടെ പാർക്കിംഗ് ഒഴിവാക്കുന്നതിന് KSRTCക്ക് എതിർവശം വെട്ടിപ്പുഴ പാലത്തിനോട് ചേർന്ന് മെഡിക്കൽ സ്റ്റോറിന് മുന്നിൽ 2-വീലർ പാർക്കിംഗ് നൽകുന്നതിനും റെഗുലേറ്ററി യോഗത്തിൽ തീരുമാനമായി. അവിടെ ഒരു പ്രധാന വിഷയമായി ചൂണ്ടിക്കാണിച്ചിരുന്നത് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. മറ്റൊന്ന് നമ്മുടെ അവിടെ ഒരു ക്യാൻറ്റീൻ, KSRTCയുടെ ഒരു ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇത് രണ്ടുമാണ് പ്രധാനമായി അവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വിഷയങ്ങൾ. അത് നമ്മൾ വലിയ കാര്യക്ഷമമായ രീതിയിൽ അത് ചർച്ച ചെയ്തതിന് പരിഹാരം എടുത്തിട്ടുണ്ട്, ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും അവിടെ നമ്മൾ എടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ ക്യാൻറ്റീൻ മാറ്റി നമ്മുടെ വേ ഇന്നിലേക്ക് പോകുന്ന അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആ ബോർഡിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഈ ക്യാൻറ്റീൻ സ്ഥാപിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വേ ഇന്നും വേ ഔട്ടും ഇപ്പോൾ എങ്ങനെയാണോ നിലവിൽ ഉള്ളത് അതുപോലെ തന്നെ തുടർന്ന് പോകുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ക്യാൻറ്റീൻ മാറുന്നതിനോടൊപ്പം തന്നെ നമുക്കവിടെ ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ KSRTC ജീവനക്കാരുടെ വാഹനങ്ങൾ നമ്മുടെ മുനിസിപ്പൽ തലത്തിൽ മുനിസിപ്പൽ സ്ഥലം ഉള്ള ആ ഭാഗത്തേക്ക് മാറ്റി പാർക്ക് ചെയ്യുന്നതിന് തീരുമാനമെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അവിടെ പുതിയ ബിൽഡിംഗ് സ്ഥാപിച്ചതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഉള്ള പാർക്കിംഗ് സംവിധാനം മാറ്റി അവിടെയും ആളുകൾക്ക് നിൽക്കുന്നതിനും നടന്നു പോകുന്നതിനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റൊന്ന് നമ്മുടെ പ്രൈവറ്റ് ബസ്സുകൾ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ബസ്സുകൾ നമ്മുടെ KSRTC ബസ് സ്റ്റേഷന് ഫ്രണ്ടിലായിട്ട് നിർത്തുന്നതിനുള്ള ഒരു സാഹചര്യം മാറ്റി ആ പാലത്തിനക്കരെ നമ്മുടെ RPLുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്ത് ആ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നിർദ്ദേശങ്ങളെല്ലാം നമ്മൾ പ്രാബല്യത്തിൽ വരുത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് KSRTCയിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കഴിയും. അതുപോലെ തന്നെ ബസ് പാർക്ക് ചെയ്യുന്നതിന് ആളുകൾക്ക് കാണത്തക്ക വിധത്തിലേക്ക് അതിൻ്റെ ബോർഡ് സംവിധാനങ്ങളെല്ലാം ഓരോ ഡയറക്ഷനിലേക്കും പോകുന്ന ബസ്സുകൾ സൂചിപ്പിക്കുന്ന സൈൻ ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിന് തീരുമാനമെടുത്തിട്ടുണ്ട്. മറ്റൊന്ന് വേ ഇന്നിലേക്ക് വരുന്ന ഭാഗത്തായിട്ടൊരു കോൺവെക്സ് മിറർ സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഗതിയും അതുപോലെ തന്നെ ആളുകൾക്ക് ഇത് കാണുന്നതിനുമെല്ലാം ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മാഞ്ഞുപോയ റോഡ് മാർക്കിങ്ങുകൾ എല്ലാ സീബ്ര ലൈനുകളും വ്യക്തമായി വരയ്ക്കുന്നതിന് PWD റോഡ് NH എന്നിവരെ ചുമതലപ്പെടുത്തി. KSRTCയുടെ ഭാഗത്തേക്ക് ഇറങ്ങുന്ന ഫുട്പാത്തിൽ കൈവരി വെച്ച് പൊതുജനങ്ങളെ സീബ്ര ക്രോസ് വഴി തിരിച്ചുവിടുന്നതിനും KSRTC ബസ് കയറുന്ന ഭാഗത്തേക്ക് ഹമ്പ് ചെയ്യുന്നതിനും മുകളിൽ നിന്നും ഇറങ്ങി വരുന്ന വാഹനങ്ങൾ വേഗത കുറയ്ക്കുന്നതിന് റബ്ബർ സ്ട്രിപ്പ് വിത്ത് റിഫ്ലക്റ്റിംഗ് സ്റ്റഡ് ചെയ്യുന്നതിന് PWDയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. KSRTC ജീവനക്കാരുടെ പാർക്കിംഗ് മുനിസിപ്പാലിറ്റി കെട്ടിടത്തിന് താഴേക്ക് മാറ്റും. KSRTCയിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് കോൺവെക്സ് മിറർ സ്ഥാപിക്കുന്നതിനും തീരുമാനമായി. മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് നോ എൻട്രി ബോർഡ് വയ്ക്കും. പത്തനാപുരം റൂട്ട് ബസ്സുകൾ തൂക്കുപാലത്തിന് ശേഷം യൂണിയൻ ബാങ്കിന് സമീപം സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റുന്നതിനും തീരുമാനിച്ചു. KSRTCയിൽ സ്ഥാപിച്ചിട്ടുള്ള പരസ്യ ബോർഡ് കാഴ്ച മറയാത്ത രീതിയിൽ ഉയർത്തി സ്ഥാപിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തലയ്ക്കുമീതെ അപകടം പതിയിരിക്കുമ്പോഴും വാടക നൽകി ജീവഭയത്തിൽ കഴിയുകയാണ് പുനലൂർ നഗരസഭയുടെ വ്യാപാര സമുച്ചയത്തിൽ ഒരു പറ്റം മനുഷ്യർ. TB ജംഗ്ഷനിൽ ദേശീയപാതയോരത്ത് പുനരുദ്ധാരണമില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ 4 നില കെട്ടിടം ഏത് സമയവും നിലംപൊത്തുന്ന രീതിയിലാണ്. കോട്ടയത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം തകർന്ന പശ്ചാത്തലത്തിൽ ജനങ്ങളിൽ ആശങ്ക വളർത്തുകയാണ് ഈ കെട്ടിടം. ആൽമരങ്ങൾ വളർന്ന് ഭിത്തികൾ വിണ്ടുകീറിയ കെട്ടിടത്തിന്റെ പ്രധാന തൂണുകൾ ദ്രവിച്ചു. 4 പതിറ്റാണ്ട് മുമ്പ് കല്ലടയാറിന്റെ തീരത്ത് നിർമ്മിച്ച കെട്ടിടമാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. നെഹ്റു ബിൽഡിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന കെട്ടിടം കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനിടെ പുനരുദ്ധരിക്കുകയോ മോടി പിടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഭിത്തികളിൽ പലയിടത്തായി ആൽമരത്തൈകൾ വളർന്നു വരികയാണ്. 40ഓളം മുറികളുള്ള കെട്ടിടമാണിത്. സർക്കാർ സ്ഥാപനങ്ങളായ ആയുർവേദ ആശുപത്രി, താലൂക്ക് ലോട്ടറി ഓഫീസ്, ഏതാനും രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവ ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കെട്ടിടത്തിന്റെ അപകടാവസ്ഥയിൽ ഭയന്ന് ഒട്ടേറെ പേർ ഇവിടെ നിന്നും സ്ഥാപനങ്ങൾ മാറ്റി. ഇതോടെ ഉൾഭാഗത്തേക്കുള്ള മുറികൾ മിക്കതും വർഷങ്ങളായി അടഞ്ഞുകിടക്കുകയാണ്. കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ പ്രവർത്തിച്ചിരുന്ന സർക്കാർ ഹോമിയോ ആശുപത്രി ചെമ്മന്തൂരിലെ പുതിയ കെട്ടിടം നിർമ്മിച്ചതോടെ മാറ്റി. ആശുപത്രി ഒഴിഞ്ഞ ഭാഗം പിന്നീടാരും വാടകയ്ക്കെടുത്തിട്ടില്ല. ഭിത്തികൾ പൊട്ടിപ്പൊളിഞ്ഞ് കാടുമൂടിയ നിലയിലാണ് ഇവിടം. ഭിത്തികൾ ഉള്ളിലെ കട്ടകൾ തെളിഞ്ഞ് അപകട നിലയിലാണ്. ഈ കെട്ടിടം ഉൾപ്പെടെ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ഒട്ടുമിക്ക സമുച്ചയങ്ങളുടെയും സ്ഥിതി ഇതുതന്നെയാണ്. ചെമ്മന്തൂരിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ 3 നില കെട്ടിടത്തിലും ഒട്ടേറെ മുറികൾ അടച്ചുപൂട്ടിയ നിലയിലാണ്. KSRTC ജംഗ്ഷനിലെ നഗരസഭയുടെ മുഖ്യ വരുമാന സ്രോതസ്സായിരുന്ന 7 നില വ്യാപാര സമുച്ചയത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തി 7 കൊല്ലത്തിനു ശേഷവും പൂർത്തീകരിച്ചിട്ടില്ല.
നവീകരണ പ്രവൃത്തി നടക്കുന്ന ഈ കെട്ടിടത്തിന്റെയും തൂണുകൾ വിണ്ടുകീറിയ നിലയിലാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. സംയുക്ത ട്രേഡ് യൂണിയന്റെ 24 മണിക്കൂർ പൊതുപണിമുടക്ക് ആരംഭിച്ചു. സംസ്ഥാനത്ത് പണിമുടക്ക് പൂർണ്ണം. പൊതുഗതാഗത മേഖല ഉൾപ്പെടെ സ്തംഭിച്ചു. ഡയസ്ലോൺ പ്രഖ്യാപിച്ചെങ്കിലും KSRTCയിലും പണിമുടക്ക് പൂർണ്ണം. കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങളുടെ വലകൾ നശിക്കുന്നത് പതിവാകുന്നു. നീണ്ടകരയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ വള്ളത്തിന്റെ വല കണ്ടെയ്നർ അവശിഷ്ടങ്ങളിൽ കുരുങ്ങി നശിച്ചു. 18 ലക്ഷം രൂപയുടെ നഷ്ടം. അഞ്ചൽ ഇടമുളയ്ക്കൽ ഗവൺമെന്റ് LP സ്കൂളിൽ മോഷണം. CCTVയുടെ ഹാർഡ് ഡിസ്കും DVR മോഷ്ടിച്ചു. ഓഫീസിലെ അലമാരയും മേശയും കുത്തി തുറന്ന് സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിൽ. പാഠപുസ്തകങ്ങൾക്കൊപ്പം തൊഴിലിന്റെ മഹത്വവും പ്രായോഗികമായി പഠിക്കാം. ക്രിയേറ്റീവ് കോർണർ പദ്ധതിക്ക് കരുനാഗപ്പള്ളി ഉപജില്ലയിൽ തുടക്കം. UP വിഭാഗത്തിൽ ആദ്യമായി കരുനാഗപ്പള്ളി UPG സ്കൂളിലാണ് പദ്ധതി ആരംഭിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.